നമസ്കാരം. വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചരിത്ര കുതിപ്പ്. ഫുട്ബോൾ ലോകകപ്പിൽ 20 ഗോളുകൾ നേടുന്ന ആദ്യ താരമായ മെസ്സി. ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ 20 ഗോളുകൾ നേടുന്ന ആദ്യ താരമായ ലയണൽ മെസ്സി. ഈ ലോകകപ്പിലെ 7ാമത്തെ ഗോളാണ് കേപ്പ് വെർദെക്കെതിരെ മെസ്സി നേടിയത്. പുരുഷ വനിതാ ഫുട്ബോൾ ചരിത്രത്തിൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന തന്റെ സ്വന്തം റെക്കോർഡാണ് മെസ്സി പുതുക്കിയത്. ഇതോടെ ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയെ മെസ്സി മറികടന്നു. ബാംഗ്ലൂരു ഡേ കെയർ സെന്റർ ക്രൂരത. ബാംഗ്ലൂരു ഡേ കെയർ സെന്ററിൽ ആയമാർ പിഞ്ചുകുഞ്ഞുങ്ങളെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ ഒരു ജീവനക്കാരി അറസ്റ്റിൽ. വിജയലക്ഷ്മി എന്ന ആയയാണ് അറസ്റ്റിലായത്. ശേഷിച്ച 4 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇതിനിടയിൽ സംസ്ഥാനത്തെ ഡേ കെയറുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന അധ്യക്ഷൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. എറണാകുളത്ത് പോലീസ് ക്യാമ്പിലിരുന്ന മദ്യപാനം, 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ ബാരക്കിനുള്ളിൽ ഇരുന്ന് മദ്യപിച്ച 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. KAP 1ാം ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരായ KU അഭിലാഷ്, N നവാസ്, M വിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ ബാരക്കിൽ നടന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ഇവർ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരിൽ നിന്ന് ഉപയോഗിച്ച മദ്യക്കുപ്പിയും ഗ്ലാസും പിടിച്ചെടുത്തു. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ അഭിലാഷ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെട്ടു. ഇയാളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. അമ്മയിലെ തമ്മിലടി അതിരൂക്ഷം. താരസംഘടന അമ്മയിലെ തമ്മിലടി തുടരുന്നു. ശ്വേതാ മേനോനെതിരെ അമ്മയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. രമേശ് പിഷാരടിയുമായുള്ള സംഭാഷണം പുറത്തുവിട്ടത് ക്രിമിനൽ പ്രവൃത്തി എന്ന് വിലയിരുത്തൽ. ശ്വേതാ മേനോന് അധികാരക്കൊതി എന്ന് നടി ഉഷ ഹസീന വിമർശിച്ചു. സംഘടനയെ ശ്വേത പ്രതിസന്ധിയിലാക്കിയെന്നും ഉഷ ആരോപിച്ചു. പാവപ്പെട്ട അംഗങ്ങളുടെ ശാപം ശ്വേതയ്ക്ക് കിട്ടും. പിഷാരടിയുമായുള്ള സംഭാഷണം ശ്വേത ചോർത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് വിമർശിച്ച ഉഷ, ശ്വേത വീണ്ടും വന്നാൽ താനടക്കം സംഘടനയിൽ ഉണ്ടാവില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇന്നലെയാണ് പിഷാരടിയുമായുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നത്. യുക്രൈനിലെ റഷ്യൻ ബോംബാക്രമണം, 30-ൽ അധികം പേർ കൊല്ലപ്പെട്ടു. യുക്രൈനിലേക്ക് റഷ്യയുടെ കനത്ത ആക്രമണം തുടരുന്നു. വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. 90-ലേറെ പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇന്നലെ രാത്രി വടക്കൻ യുക്രൈനിലേക്ക് നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായി പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അറിയിച്ചു. പോളണ്ട് ആക്രമിക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈൻ സ്റ്റേറ്റ് എമർജൻസി സർവീസ് അറിയിച്ചതനുസരിച്ച് ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം കീവ് നഗരമായിരുന്നു. കീവ് മേയർ വിറ്റാലി ക്ലിച്കോ അതിതീവ്രമായ ആക്രമണം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ആക്രമണത്തിൽ ബഹുനില കെട്ടിടങ്ങൾ അടക്കം തകർന്നു വീണു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.